Okay, today's class is about post-structuralism. So we have made a thorough idea about structuralism in our previous class. So this is post-structuralism. Post-structuralism means after the structuralism. Okay. So what is the differences between structuralism and post-structuralism? Post-structuralism stresses the interaction of reader and text as a productivity, while structuralism sees the truth as being behind within a text or within a text. It means സ്ട്രക്ചറലിസത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തെന്താണ് ഒരു ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്കിൻ്റെ ഓർ എന്തിൻ്റെങ്കിലും ഒരു സ്ട്രക്ചർ അല്ലേ അത് ഇപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഫോക്കസ് ചെയ്യുക എന്തിൻ്റെ സ്ട്രക്ചറാണ് ലിറ്ററേച്ചറിൻ്റെയും ലാംഗ്വേജിൻ്റെയും സ്ട്രക്ചറാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക അല്ലേ. സോ ഈ ഒരു കാര്യത്തിൽ വരുമ്പം ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിൽ വരുമ്പം നമ്മൾ ഒരു ലിറ്റററി ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഡിക്ഷൻ, ക്യാരക്ടേഴ്സ്, അതിൻ്റെ യൂണിറ്റ്സ്, അതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റഫോഴ്സ്, അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ലാംഗ്വേജ്, സ്റ്റൈൽ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അല്ലേ. സോ സ്ട്രക്ചറലിസം ഫോക്കസസ് ദ ട്രൂത്ത് ആസ് ബീയിങ് ബിഹൈൻഡ് ഓർ വിത്തിൻ എ ടെക്സ്റ്റ്. ഒരു വർക്കിലുള്ള പിന്നെ എന്താ പറയുക ട്രൂത്ത് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഓർ ആ ടെക്സ്റ്റിൻ്റെ പുറകിലുള്ള അതിൻ്റെ ബിഹൈൻഡിലുള്ള മീനിങ് അല്ലെങ്കിൽ ട്രൂത്തിനെയാണ് നമ്മൾ സ്ട്രക്ചറലിസത്തിൽ അനലൈസ് ചെയ്യുന്നത്. ബട്ട് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് എന്താണ്, ഇൻട്രാക്ഷൻ ഓഫ് റീഡർ ആൻഡ് ദി ടെക്സ്റ്റ്. അതായത് ആ ടെക്സ്റ്റും റീഡറും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ആ ടെക്സ്റ്റിൽ നിന്ന് എന്ത് പ്രൊഡക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ എന്ത് മീനിങ് ആണ് റീഡേഴ്സിന് കിട്ടുന്നത് എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ post-structuralism as a general term for recent developments in literary theory and criticism became common in the 1970s. അപ്പോൾ സ്ട്രക്ചറലിസം വന്നിട്ടുള്ളത് 1950s പിന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസം വന്നിട്ടുള്ളത് 1970s. ഓക്കെ, 1970 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ നമ്മൾ സ്ട്രക്ചറലിസത്തിൽ പഠിച്ചിട്ടുള്ള സെയിം ക്രിട്ടിക്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ജാക്സ് ദെറിഡ, അതുപോലെ തന്നെ റോളൻ ബാർത്സ്, മിഖായിൽ ഫൂക്കോ എന്നാണ് കേട്ടോ. ഓക്കെ, മിഷേൽ ഫൂക്കോ എന്നാണ് പറയാം. മിഷേൽ ഫൂക്കോ നമ്മൾ എഴുതുമ്പോൾ ഫോക്കോൾട്ട് എന്നാണ് എഴുതാറുള്ളത്, മിഷേൽ ഫൂക്കോ എന്നാണ് പറയാം. പിന്നെ ദ യെയിൽ സ്കൂളുണ്ട്. പിന്നെ അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡീകൺസ്ട്രക്ഷൻ, പിന്നെ ഡീസെൻട്രിങ്, ലോഗോസെൻട്രിസം, അപ്പോരിയ, പിന്നെ ഓദർ, നോളജ്, പവർ, ഡിസ്കോഴ്സ്, ഈ സംഭവങ്ങളൊക്കെയാണ് അതിൽ കീ ടേംസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം 1970s പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ബേസിസ് ഓഫ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറീസ് ലൈസ് ഇൻ ദി ബിലീഫ് ഓഫ് inadequacy of language, and Jacques Derrida's theory of difference proposed that meaning is inherently unstable due to the play of signs within a language. സോ ഇവിടെയും നമുക്ക് സയൻസിൻ്റെയും സിഗ്നിഫൈഡിൻ്റെയും ഒക്കെ ആവശ്യമുണ്ട് കേട്ടോ. സോ അതിൻ്റെ ഒരു ഡീകൺസ്ട്രക്ഷനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്, പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ പറയുന്നുണ്ട്. ദെൻ ലാംഗ്വേജിൻ്റെ ലിമിറ്റേഷൻസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ദ അറ്റംപ്റ്റ് ഇൻ സ്ട്രക്ചറലിസം വാസ് ടു സീക്ക് ആൻഡ് ഓർഡർ എ സ്ട്രക്ചർ ടു നോവൽസ്, manners, poetry, music and visual text. And it sought grids and patterns, schemes and plots, always assuming that the text would yield its meaning once we unravel its core elements. അപ്പോൾ നമ്മൾ സ്ട്രക്ചറലിസത്തിൽ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു നോവൽസിൻ്റെ അല്ലെങ്കിൽ പോയിട്രിയുടെയും മ്യൂസിക്കിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആൻഡ് അതിലെന്തൊക്കെ വരുന്നുണ്ട്, ആ ഒരു വർക്കിൻ്റെ പാറ്റേൺ, സ്കീം, പ്ലോട്ട് ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആ ഒരു വർക്കിൽ പിന്നെ സ്ട്രക്ചറലിസത്തിൽ നമ്മൾ പഠിക്കുന്നത്. ബിക്കോസ് ഈ നമ്മൾ സ്ട്രക്ചറലിസത്തിൽ വരുന്ന ഈ പ്ലോട്ടും അതുപോലെ തന്നെ ക്യാരക്ടറും സ്കീംസും ഇതെല്ലാം പാറ്റേൺസ് എല്ലാം കൂടുമ്പോഴാണ് ആക്ച്വലി ആ ഒരു പിന്നെ വർക്കിൻ്റെ ആ ഒരു ടെക്സ്റ്റിൻ്റെ പിന്നെ മീനിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രക്ചറലിസം അതാണ് പറയുന്നത്. ഓക്കെ, ഇതെല്ലാത്തിൻ്റെ ഒരു കോമ്പോണൻസ് ആണ് എന്തെന്ന് പറയണത് ആക്ച്വലി ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പോയിട്രി എന്ന് പറയുന്നത്. കാരണം ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് ലാംഗ്വേജിലാണെങ്കിലും ഈ പറയുന്ന യൂണിറ്റ്സ് എല്ലാം ഉണ്ടാകുമ്പോഴാണ് പിന്നെ ഒരു ആ ഒരു വർക്കിന് ഒരു പിന്നെ പെർമനൻറ്റ് സ്ട്രക്ചർ വരുന്നത്.
In 1960s, literary critics and philosophers began to rebel against what they saw as a restrictive and limited critical practice of viewing the world. സോ ഏകദേശം 1960s ആയപ്പോൾ എന്തായി, ലിറ്റററി ക്രിറ്റിക്സ് ആൻഡ് ഫിലോസഫേഴ്സ് എന്താ ചെയ്തത്, ദേ ബിക്കെയിം റെബൽ അഗൈൻസ്റ്റ് വാട്ട് ദേ സോ. അതായത് അതുവരെ ഉണ്ടായിരുന്ന ക്രിറ്റിസിസം, ഓർ ഇപ്പം സ്ട്രക്ചറലിസം വരെ അല്ലെങ്കിൽ ന്യൂ ക്രിറ്റിസിസം, സ്ട്രക്ചറലിസം, അതിന് മുമ്പ് ഉണ്ടായിരുന്ന ക്രിറ്റിസിസത്തിനൊക്കെ എതിരായിട്ട് വരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, കാരണം ഈ പോസ്റ്റ് സ്ട്രക്ചറലിസം മുമ്പ് വരെയുള്ള ക്രിട്ടിക്കൽ തിയറീസിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു ആ ഒരു ക്രിറ്റിസിസത്തിന്. ആൻഡ് അതിനെതിരെയാണ് അല്ലെങ്കിൽ അതിന് ബദലായിട്ടാണ് ഈ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് എമേർജിങ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് സിവിലിയൻ അൺറെസ്റ്റ് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ദി വിയറ്റ്നാം വാർ, post-structuralism was the expression of a sense of disillusionment. Actually, structuralism എന്ന് പറയുന്നത് it's a sense of, or it is a result of disillusionment of the new critics or post-structuralist critics. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ക്രിറ്റിസിസം എന്ന് പറയുന്നത് ആൻഡ് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ കുറവുകൾ അല്ലെങ്കിൽ അപാകതകൾ എന്തുണ്ടായിരുന്നു ആ ഒരു ക്രിറ്റിസിസത്തിന് ഉണ്ടായിരുന്നു. സോ അതിൽ നിന്ന് ആ ഒരു രീതിയിലാണ് അതുവരെ ഉണ്ടായിരുന്ന ക്രിട്ടിക്കൽ ട്രീറ്റീസ് വഴിയാണ് ആളുകൾ ലോകത്തെ അല്ലെങ്കിൽ ബുക്സിനെ അല്ലെങ്കിൽ ഓതേഴ്സിനൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിലൊരു ഡിസില്യൂഷൻമെൻറ്റ് ഡെഫിനറ്റ്ലി ആർക്കുണ്ടായിരുന്നു, അന്നത്തെ കാലത്തെ ഫിലോസഫേഴ്സിന് ഉണ്ടായിരുന്നു. ദെൻ ദേ ബിഗാൻ ടു എമേർജ് ആസ് a rupture and a shift away from what the prominent thinkers saw as a formalistic ordered work of structuralism. ഇപ്പം കാരണം എന്താ വെച്ചാൽ സ്ട്രക്ചറലിസത്തിൽ എല്ലാത്തിലും ഒരു ഓർഡറാണ്, എല്ലാം സ്ട്രക്ചർ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. റീഡേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, അതിൽ റീഡേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, ടെക്സ്റ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി, അതിലുള്ള മീനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി, അങ്ങനെയായിരുന്നു. എല്ലാം ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു രീതിയിലായിരുന്നു സ്ട്രക്ചറലിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓരോ വർക്ക്സിനെയും അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നൊരു ഓപ്പണപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം ഇവർ പറയുന്ന ഈ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ മാത്രമായിരുന്നു ക്രിറ്റിസിസം അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിസിസം ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം പോസ്റ്റ് സ്ട്രക്ചറലിസം വന്നപ്പോഴാണ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഓരോ വർക്കിനെ അനലൈസ് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടി ഒരു വൈഡനിങ് ആയിട്ടുള്ള ഡോർ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ വരവോട് കൂടിയിട്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ റോളൻ ബാർത്ത്സ് അതിൽ മേജറായിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ മിഷേൽ ഫൂക്കോ അതിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ ദെറിദയുടെ ഡീകൺസ്ട്രക്റ്റീവ് തിയറി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ റോളൻ ബാർത്ത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റോളൻ ബാർത്ത്സ് ലേറ്റർ വർക്ക് മൂവ്ഡ് അവേ ഫ്രം ഹി സ്ട്രക്ചറലിസ്റ്റ് ഫേസ് ആൻഡ് ഹി വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ടു സ്റ്റാർട്ട് സ്പീക്കിംഗ് ഓഫ് ദി ഓപ്പൺനെസ് ഓഫ് ടെക്സ്റ്റ്, ദ ടെക്സ്റ്റ് കണക്ഷൻ വിത്ത് അതർ ടെക്സ്റ്റ് ആൻഡ് ദി റീഡേഴ്സ് റോൾ ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് മീനിങ്. ഇപ്പം നമ്മൾ റോളൻ ബാർത്ത്സിനെ കുറിച്ച് സ്ട്രക്ചറലിസത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഒബ്സർവേഷൻസും ഐഡിയോളജീസും എവിടെ ഉണ്ടായിരുന്നു, സ്ട്രക്ചറലിസത്തിലുണ്ടായിരുന്നു. ബട്ട് ലേറ്റർ ഹി മൂവ്ഡ് ടു പോസ്റ്റ് സ്ട്രക്ചറലിസം. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസിന് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ റോളൻ ബാർത്ത്സിൻ്റെ വിഷൻസ് കുറച്ചും കൂടി വൈഡൻഡ് ആയി പിന്നീട്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു, ആൻഡ് ഹി വാസ് ദി വൺ ഓഫ് ദി ഫസ്റ്റ് ടു സ്റ്റാർട്ട് സ്പീക്കിംഗ് ഓഫ് ദി ഓപ്പൺനെസ് ഓഫ് ടെക്സ്റ്റ്. അതായത് ഒരു ടെക്സ്റ്റിന് സ്ട്രക്ചറലിസത്തിൽ പറയുന്ന പോലെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള അനാലിസിസ് മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മീനിങ് മാത്രമല്ല, ബട്ട് കുറച്ചും കൂടി ഓപ്പൺനെസ് അല്ലെങ്കിൽ കുറച്ചുകൂടി വൈഡ്നെസ് എന്തുണ്ട് ഒരു ടെക്സ്റ്റിനുണ്ട്. ഈ ടെക്സ്റ്റിന് മറ്റുള്ള വർക്ക്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ റീഡേഴ്സായിട്ടുള്ള റിലേഷൻഷിപ്പ്, ദെൻ അതിൻ്റെ റീഡേഴ്സിന് ഓരോ ടെക്സ്റ്റിന് അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള മീനിങ് ആ ഒരു വർക്കിന് കണ്ടെത്താറുണ്ട്. ഇപ്പോൾ പോയട്രി പഠിക്കുമ്പോഴാണെങ്കിലും ഞാൻ പറയാറില്ലേ, നമ്മൾ ക്രിട്ടിക്കൽ അനാലിസിസ് എഴുതുമ്പം ലാസ്റ്റ് പാരഗ്രാഫിൽ എക്സാം എഴുതുമ്പോൾ ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മുടെ ഒബ്സർവേഷൻസ് എഴുതണം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. സോ ദാറ്റ് ഈസ് അതെന്താണ് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ ഭാഗമാണത്. റീഡേഴ്സിന് അവിടെ റോളുണ്ട്. റീഡേഴ്സിന് അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു മീനിങ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള
ഒരു ഡോർ അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഉണ്ടായത് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലൂടെയാണ്. ഇനി നമുക്ക് മിഷേൽ ഫൂക്കോ എന്ന് പറയുന്ന പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറിസ്റ്റിനെ കുറിച്ച് നോക്കാം കേട്ടോ. So Michel Foucault, professor of the history of the system of thought, developed what he called archaeology of human sciences, in which he studied the rise of the forms of knowledge, the classificatory mechanisms of knowledge, and the rules by which knowledge was collected, archived, disseminated. Foucault's interest lay in unpacking the underlying structures of thinking in the various fields of knowledge, because he argued these structures conditioned and constructed. അപ്പം മിഷേൽ ഫൂക്കോയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള പോയിന്റ് നിങ്ങളിങ്ങനെ നോട്ട് എഴുതാം, മിഷേൽ ഫൂക്കോ എന്ന് എഴുതാം, അതിൻ്റെ താഴെ നോളജ്, പവർ, ഡിസ്കോഴ്സ്, ഈ 3 പോയിന്റ്സ് ഇങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ മേജർ ഐഡിയോളജീസ് ആണ് കേട്ടോ ഇത്. പവർ, നോളജ്, പവർ, ഡിസ്കോഴ്സ്. ഓക്കെ, ഇത് 3ഉം ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ് ആണ്. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആക്ച്വലി മിഷേൽ ഫൂക്കോളിനെ കുറിച്ച് ബയോഗ്രഫി ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ. സോ അദ്ദേഹം എന്താണ്, ഹി വാസ് എ പ്രൊഫസർ ഓഫ് ഹിസ്റ്ററി ഓഫ് സിസ്റ്റം ഓഫ് തോട്ട് ആൻഡ് ഡെവലപ്ഡ് വാട്ട് ഹി കോൾഡ് ആർക്കിയോളജി ഓഫ് ഹ്യൂമൻ സയൻസസ്. ആൻഡ് അദ്ദേഹം മോസ്റ്റ്ലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏരിയ എന്ന് പറയുന്നത്, ഫീൽഡ് എന്ന് പറയുന്നത് ആർക്കിയോളജി ഓഫ് ഹ്യൂമൻ സയൻസ് ആണ്. ആൻഡ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് കേട്ടോ അത്. ആൻഡ് ഇതിലെന്താണ് അദ്ദേഹം പറയുന്നത്, ആർക്കിയോളജി ഓഫ് ഹ്യൂമൻ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ അദ്ദേഹം സ്റ്റഡി ചെയ്യുന്നത് ഫോംസ് ഓഫ് നോളജ്. അതായത് നോളജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡിലൈറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റ് ആവുക, അല്ലെങ്കിൽ നമുക്ക് അറിവ് കിട്ടുക, വൈസാവുക എന്നുള്ളതാണ് നോളജ് എന്ന് പറയുന്നത്. ആൻഡ് ഫോംസ് ഓഫ് നോളജ് ആൻഡ് classificatory mechanisms of knowledge and the rules by which knowledge was collected and archived and disseminated. അതായത് ഈ നോളജിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ നോളജ് കളക്ട് ചെയ്യുന്നത്, എങ്ങനെയാണിത് ഡിസെമിനേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണിത് സ്റ്റോർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യം അബൌട്ട് നോളജിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് Foucault's interest lay in unpacking and underlying structure of thinking in the various fields of knowledge. അതായത് പിന്നെ ഇദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ള എന്ത് കാര്യത്തിലാണ്, അണ്ടർലൈയിങ് സ്ട്രക്ചർ ഓഫ് തിങ്കിങ്. അതായത് ഈ നോളജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ട്രൂത്തിനെയാണ് കേട്ടോ. അതായത് നമ്മളൊരു എന്തോ ആയിക്കോട്ടെ, വർക്ക് എന്ന് പറയണ്ട, ട്രൂത്ത്, അതിനെയാണ് നമ്മൾ നോളജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അണ്ടർലൈയിങ് ട്രൂത്തിനെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ആൻഡ് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ നോളജ് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നോളജ് പവർ ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയോളജി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റഡീസിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, he argued these structures conditioned and constructed. അതായത് അപ്പം നോളജിൻ്റെ വേരിയസ് ഫീൽഡിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ട്രൂത്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് അണ്ടർലൈൻ ചെയ്ത് കിടക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ ഫൂക്കോ പറയുന്നത്. ആൻഡ് ഈ നോളജ് എന്ന് പറയുന്നത് കണ്ടീഷൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു 3 പോയിൻറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ദ പ്രോസസ് ഓഫ് ഇൻക്വയറി. ഓക്കെ, അതായത് പ്രോസസ് ഓഫ് ഇൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ഗ്യാദർ ചെയ്യാം. സെക്കൻഡ് വൺ ഈസ് ദ വെരി നേച്ചർ ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് എബൌട്ട് വാട്ട് നോളജ് ഈസ് ബീയിങ് ഗ്യാതേർഡ്. അതായത് എന്ത് നോളജാണ് ഗ്യാദർ ചെയ്യുന്നത്, അതായത് എന്ത് ഒബ്ജക്റ്റാണ്, എന്ത് നോളജാണ് ഗ്യാദർ ചെയ്തിട്ടുള്ളത്, ഏത് ടൈപ്പ് ഓഫ്, ഏത് നേച്ചറിലുള്ള നോളജാണ് ഗ്യാദർ ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പം ഫസ്റ്റ് എന്താണ്, ഇൻക്വയറി ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റഡീസ്, ഒരു പ്രൊജക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ അതിനുള്ള ഡാറ്റാസ് നമുക്ക് വേണം. അപ്പോൾ ആ ഡാറ്റാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് ഹാവ് ടു ഗ്യാദർ ദി നോളേജ്, അല്ലേ. സെക്കൻഡ് വരുന്നത് എന്താണ്, നമുക്ക് പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഉണ്ടാവും, ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഗ്യാദർ ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ. ആൻഡ് തേർഡ് വൺ ഈസ് ദ പോസിബിലിറ്റീസ് ഓഫ് യൂസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ദിസ് നോളജ്. അതായത് ഈ നോളജ്, അതായത് നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ആ നോളജ് എന്ന് പറയുന്നത് അതിൻ്റെ പോസിബിലിറ്റീസ് ആണ്.
ഓക്കെ, അതിൻ്റെ യൂസും അതുപോലെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസും എന്ത് വേണം, നമുക്ക് ഉണ്ടായിരിക്കണം, ആ നോളജിന് ഉണ്ടായിരിക്കണം. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ കണ്ടീഷൻഡ് ഫോർ നോളജ്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഞാൻ പറഞ്ഞു, മിഷേൽ ഫൂക്കോയുടെ ഐഡിയോളജീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 3 മേജറായിട്ടുള്ള ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് പവർ, നോളജ്, ഡിസ്കോഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രക്ചറിസത്തിൽ അപ്പം ഈ പവറും നോളജ്, ഡിസ്കോഴ്സ് ഇത് 3ഉം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, പരസ്പരം കണക്റ്റഡ് ആണ്. സോ നോളജ് എന്താണെന്ന് നമുക്കറിയാം. നോളജ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ റൈറ്റിങ്സിലൂടെയും സ്പീച്ചിലൂടെയും ആൻഡ് ഷെയർ ചെയ്ത് വരുന്ന ഡാറ്റാസ് അല്ലേ, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനൊക്കെ നമുക്ക് എന്താ പറയുക, നോളജ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്കോഴ്സ് ആണ്. ഡിസ്കോഴ്സ് എന്താണെന്നുള്ളതാണ്. And knowledge is constructed, organized and used through particular forms of speech, writing and language, or what is called discourse. അതായത് നോളജ് എന്ന് പറയുന്നതാണ്, ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ്, ഓർഗനൈസ്ഡ്, ഷെയർഡ് ആൻഡ് യൂസ്ഡ് ത്രൂ പെർട്ടിക്കുലർ ഫോംസ് ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. അല്ലെ, സ്പീച്ചിലൂടെയും റൈറ്റിങ്ങിലൂടെയും ലാംഗ്വേജിലൂടെയും ഷെയർ ചെയ്ത് വരുന്ന, ഓർഗനൈസ് ചെയ്ത് വരുന്ന ഷെയർ ചെയ്ത് വരുന്ന, കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, ഷെയർഡ് ആയിട്ടുള്ള ഒരു ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോളജ് എന്ന് പറയുന്നത്. ആൻഡ് ഡിസ്കോഴ്സ് ഈസ് ദി കോണ്ടെക്സ്റ്റ് ഓഫ് സ്പീച്ച്, റെപ്രസെൻറ്റേഷൻ, നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. കോണ്ടെക്സ്റ്റ്, അപ്പോൾ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്പീച്ച്. അതായത് ഈ നോളജ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഡിസ്കോഴ്സ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വേ ഓഫ് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് അബൌട്ട് റിയാലിറ്റീസ് ദാറ്റ് ഡിഫൈൻസ് വാട്ട് ക്യാൻ ബി ഇൻ്റലിജിബിളി തോട്ട് ആൻഡ് സെഡ് അബൌട്ട് ദി വേൾഡ് ആൻഡ് വാട്ട് കനോട്ട്. അതായത് നമ്മൾ പറഞ്ഞു ട്രൂത്ത്, നോളജ് എന്ന് പറയുന്നത് ട്രൂത്താണ്. ഈ ട്രൂത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു വേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. അത് സ്പീച്ച് ആവാം, അതുപോലെ റൈറ്റിംഗ് ആവാം, ലാംഗ്വേജ് ആവാം, ഓർ ഏതെങ്കിലും കോണ്ടെക്സ്റ്റ്, പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ആവാം. ആൻഡ് ഇതിന് നമ്മൾ എന്താണ്, ട്രൂത്ത് ആയിരിക്കും പറയുന്നത്. റിയാലിറ്റി എന്താണോ അതിനെ ആയിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിസ്കോഴ്സിലൂടെ. ഓക്കെ, സോ ഇറ്റ് ഡിഫൈൻസ് വാട്ട് ക്യാൻ ബി സെഡ്, സ്റ്റഡീഡ് ആൻഡ് ദി പ്രോസസ് ഓഫ് ഡൂയിങ് സോ. എന്താണ്, എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നതും എന്ത് പഠിക്കണമെന്ന് പറയുന്നതും ഈ ഒരു ഡിസ്കോഴ്സാണ്. ഓക്കെ, അപ്പം സിംപ്ലി നമുക്ക് ഇങ്ങനെ പറയാം, ലോകത്ത് എന്ത് ചെയ്യരുത്, ഈ ലോകത്ത് എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന്, ഐ മീൻ തെറ്റും ശരി അല്ലെങ്കിൽ ഗുഡ് ആൻഡ് ഈവിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തെറ്റും ശരിയും തിരിച്ചറിയുന്ന അല്ലെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേ അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റാണ് ഈ ഒരു ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ അറ്റൈൻ ദിസ് ഡിസ്കോഴ്സ് ത്രൂ ഓൺലി ത്രൂ നോളജ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദി കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് മീനിങ് ഇറ്റ് സെൽഫ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അതാണ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ആ നോളജ് ഒരു മീനിങ് പ്രൊഡക്ഷൻ്റെ ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് മീനിങ് പ്രൊഡ്യൂസ്ഡ്. അതിപ്പോൾ ഒരു സോഷ്യൽ സ്ട്രക്ചർ ആയിക്കോട്ടെ, ഒരു ബുക്കിൻ്റെ കാര്യമായിക്കോട്ടെ, ആൻഡ് എന്തായിക്കോട്ടെ, ഇപ്പം ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ നോളജ് ആയിക്കോട്ടെ, ഈ നോളജിന് പിന്നെ മീനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് മീനിങ് ഉണ്ടായി വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലാണ്, ഈ ഒരു ഡിസ്കോഴ്സിലാണ് കേട്ടോ ഒരു നോളജിന് മീനിങ് ഉണ്ടാകുന്നത്. ആൻഡ് ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം, അതായത് ഇപ്പോൾ ഒരു അതായത് കോടതി. In the court of law, emotions and emotional responses to request cannot be taken as answers. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഒരു വാദപ്രതിവാദം, ഐ മീൻ നിങ്ങൾ കോർട്ട് സീനൊക്കെ കണ്ടിട്ടില്ലേ, അവിടെ നമ്മുടെ ഇമോഷൻസിന് എന്തില്ല, ഇമോഷൻസിന് അവിടെ വാല്യൂ ഇല്ല. ഓക്കെ, നമ്മളെന്തെങ്കിലും ഇപ്പം അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ കോർട്ടിൻ്റെ സമയത്ത് അഡ്വക്കേറ്റ്സ് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പം നമ്മൾ വെറുതെ ഇമോഷണലായിട്ട് അവിടെ ബിഹേവ് ചെയ്തുകൊണ്ട് കാര്യമില്ല. So the discourse of the law in the court relies upon what it sees as evidence, logic and rational arguments rather than angry,
ഓർ അതർ ഹിസ്റ്റീരിയ ഓർ ലാഫർ. അതായത് നമ്മളുടെ ഇമോഷൻസിനെല്ലാം അവിടെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോ ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ലോയുടെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചെല്ലുമ്പം അവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എവിഡൻസിനാണ്. ഓക്കെ, അവിടെ നമ്മുടെ ഇമോഷൻസ് വഴി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് ആൻസർ പറയാൻ പറ്റില്ല. ഓക്കെ, അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് എവിഡൻസ്. ഓക്കെ, നമുക്ക് റാഷണൽ ആർഗ്യുമെൻറ്റ്സും അതുപോലെ തന്നെ എവിഡൻസും ലോജിക്കൽ തിങ്കിങ്ങും ആണ് അവിടെ നമുക്ക് വേണ്ടത്. അവിടെ ഇമോഷണൽ അല്ല വേണ്ടത്. അതേപോലെ തന്നെയാണ് ഈ ഡിസ്കോഴ്സിൻ്റെ കാര്യം. ഓക്കെ, ഇവിടെ ഈ ഡിസ്കോഴ്സിൽ നമുക്ക് മീനിങ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിൻ്റെ, പോയിട്രിയുടെ അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ മീനിങ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേണ്ടത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചല്ല. ഓക്കെ, അവിടെ വേണ്ടത് റാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള റിയാലിറ്റിയോടുള്ള കണക്ഷനാണ് നമുക്കവിടെ വേണ്ടത്. സോ നോളജ് പ്രൊവൈഡ്സ് റിയാലിറ്റി ആൻഡ് this knowledge presented through the institutionalized way that we calls what discourse. Okay, അപ്പോൾ നോളജും അതുപോലെ തന്നെ ഡിസ്കോഴ്സ് എന്താണെന്ന് മനസ്സിലായി വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ദെൻ നമുക്ക് വരുന്ന നെക്സ്റ്റ് ടോപ്പിക് പവറാണ്. പവർ. സോ ഫൂക്കോ ഒറിജിനലി ലേ ഇൻ discerning the underlying structures of power that informed neutral scientific inquiries. He argued that some sections of population were classified as sick, criminal, mad, so they could be placed under surveillance and observed by particular kinds of authorities. ഇനി സ്ട്രക്ചർ ഓഫ് പവർ. അപ്പോൾ നോളജിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, ഡിസ്കോഴ്സിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഇനി പവറിൻ്റെ സ്ട്രക്ചറലിസത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് പവർ എന്ന് പറയുന്നത് ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എടുക്കാം. ഈ ആളുകളെ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യാണ്. ഓക്കെ, മാഡ് ആയിട്ടുള്ള ആളുകൾ, സിക്ക് ആയിട്ടുള്ള ആളുകൾ, ക്രിമിനൽ ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ നമ്മൾ പല കൈൻഡ്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം നമ്മൾ. ആൻഡ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? വി കുഡ് ബി പ്ലേസ്ഡ് അണ്ടർ എ സർവീലിയൻസ് ഓർ ഒബ്സർവ്ഡ് ബൈ എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് അതോറിറ്റീസ്. അല്ലേ, നമ്മൾ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് അതോറിറ്റീസിൻ്റെ പിന്നെ സർവീലിയൻസിൽ എന്താക്കും, നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ ആക്കാറുണ്ട്. മനസ്സിലായോ? അതായത് ഇപ്പം മാഡായിട്ടുള്ള സിക്കായിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തരും ഇങ്ങനെ ഏൽപ്പിക്കുകയാണ്, ഇവർ ഇങ്ങനെ കെയർ ചെയ്യണം, ടേക്ക് കെയർ ചെയ്യണം എന്നൊക്കെ പറയണത്. ആൻഡ് ഒന്നും വേണം, നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പം ഒരു ഷോപ്പിൽ സാധനം പർച്ചേസ് ചെയ്യാൻ പോവാണ്. അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും യു ആർ അണ്ടർ CCTV സർവീലിയൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ CCTVയുടെ നിരീക്ഷണത്തിലാണെന്നാണ് അവിടെ പറയുന്നത്. ആൻഡ് അപ്പം നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് എന്താ നമ്മുടെ മൊറാലിറ്റി വിട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില ആളുകൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കട്ടെടുക്കും, സാധനങ്ങൾ കട്ടെടുത്ത് ബാഗിൻ്റെ എടുത്തിടും അല്ലേ. അപ്പോൾ ഇവിടെ CCTV കാണുമ്പം നമുക്കവിടെ ഒരു പേടി വരും അല്ലേ, അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടും എന്നുള്ള പേടി അവിടെ വരും. അപ്പോൾ എന്താണ് അവിടെ CCTV എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പവർ. ഓക്കെ, മനസ്സിലായോ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പവർ. അതേപോലെ തന്നെ ആളുകളുടെ മേലെ അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ മേളിലും ഇങ്ങനെ എന്തുണ്ട്, ഒരുപാട് പവർ പിന്നെ കൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പവറിൻ്റെ അണ്ടറിലാണ് ജീവിക്കുന്നത് തന്നെ. ആൻഡ് ദിസ് സർവീലിയൻസ് വാസ് കോഡഡ് ആസ് എ ഡിസ്കോഴ്സ്. അപ്പോൾ ഈ ഒരു സർവീലിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കോഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. സോ എ ടെറൈൻ ഓഫ് തോട്ട്, എ സിസ്റ്റം ഓഫ് നോളജ്, എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് അലൗഡ് സം തിങ്സ് ടു ബി സെഡ് ആൻഡ് ഡിസലൗഡ് സം അതേഴ്സ്. അതായത് ഇങ്ങനെയുള്ള ചില പവർ അല്ലെങ്കിൽ ഈ പറയുന്ന സർവീലിയൻസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ പല ആളുകളുടെ അണ്ടറിലാണ് ആക്ച്വലി ജീവിക്കുന്നത്, നമ്മൾ പല ആളുകളുടെ നിരീക്ഷണത്തിലാണ് ജീവിക്കുന്നത്. ആൻഡ് ഈ കൈൻഡ് ഓഫ് തോട്ട് അല്ലെങ്കിൽ ഈ ഒരു പവറിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും അതേപോലെ തന്നെ എന്ത് ചെയ്യരുത് എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു പ്രീസ്റ്റിൻ്റെ കാര്യം എടുക്കാം. പ്രീസ്റ്റ് യൂസ്ഡ് ദ ഡിസ്കോഴ്സ് ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ്.
അല്ലെങ്കിൽ അതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിലീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് റിലീജിയൻ ഹാവ് എ പവർ, അല്ലേ? ഒരു പവർ ഉണ്ട്, റിലീജിയന് നല്ല പവർ ഉണ്ട്. ആൻഡ് ഇവിടെ പ്രീസ്റ്റ് അല്ലെങ്കിൽ പ്രീസ്റ്റ് എവിടെയാണ് പിന്നെ അതോറിറ്റി ആയിട്ട് നിൽക്കുന്നത്? റിലീജിയനിലാണ്. ആൻഡ് priest used the discourse of religion, of sin and salvation in order to teach particular norms of behavior in domains like marriage, sexuality, family and charity. അപ്പോൾ ഇവിടെ പ്രീസ്റ്റ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? റിലീജിയനെ ഒരു ഡിസ്കോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനാണ്? നമ്മുടെ സിൻ അല്ലെങ്കിൽ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടുക, അല്ലെങ്കിൽ സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്യുക. സോ ഇതിനെയൊക്കെ ഈ പറയുന്ന മാരേജിലും അതുപോലെ സെക്ഷുവാലിറ്റിയിലും ഫാമിലിയിലൊക്കെ എന്ത് ചെയ്യാണ്? ഈ മതത്തെ കുത്തിക്കയറ്റിയിട്ട് ഈ കൈൻഡ് ഓഫ് ബിഹേവിയർ മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് രീതിയിൽ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡൊമൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അത് ഈ പ്രീസ്റ്റ് എന്ത് ചെയ്യാണ്? ഈ റിലീജിയൻ കോണ്ടെക്സ്റ്റിനെ മുതലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? ആളുകളിൽ ഇത് പ്രീച്ച് ചെയ്ത് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇതൊരു സോഷ്യൽ സ്ട്രക്ചറായിട്ട് അല്ലെങ്കിൽ ഇതൊരു സോഷ്യൽ നോമായിട്ട് സ്പ്രെഡ് ആവുകയും ചെയ്യും. ഓക്കെ, ഇനി ഒരു ഫിസീഷ്യൻ്റെ കാര്യത്തിലാകുമ്പം എന്താണ് അദ്ദേഹം ഒരു ഡിസ്കോഴ്സീവായിട്ട് എടുക്കുന്നത്? സിക്നെസ്സിനെയാണ്. അതായത് ഒരാൾക്ക് വയ്യാതെ ആവുമ്പം ദാറ്റ് ഈസ് ദ ഡിസ്കോഴ്സ് ഫോർ എ ഫിസീഷ്യൻ. ഓക്കെ, ആൻഡ് ഈ ഒരു ഇദ്ദേഹം എന്ത് ചെയ്യും? ഈ ഒരു ഫിസിഷ്യൻ പിന്നീട് എന്താ ചെയ്യുന്നത്? ഈ സിക്കായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഡിസീസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ അദ്ദേഹം ഈ ഫിസിഷ്യനാണ് സ്ട്രക്ചർ ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ, അദ്ദേഹം എന്ത് ചെയ്യും? കുറേ കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും, കുറേ മരുന്നുകളും, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം, ഇങ്ങനെയുള്ള മരുന്ന് കഴിക്കണം, അങ്ങനെ പറഞ്ഞിട്ട് ഈ ഫിസിഷ്യൻ എന്ത് ചെയ്യും? നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റി കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ എന്തെങ്കിലും വയ്യാതെയായിട്ട് നമ്മൾ പോവുകയാണ്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫിസിഷ്യൻ എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് സ്കാനിങ്ങിന് കുറേ ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്ത് തരും, കുറേ മരുന്നുകൾ എഴുതി തരും, അല്ലേ? ഈ മരുന്ന് കുടിച്ച് നമ്മളുടെ ബോഡിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മളുടെ ബോഡീൻ്റെ ആ ഒരു നോർമലായിട്ടുള്ള ആ ഒരു എന്താ പറയുക പ്രവർത്തനം, അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിൽ ഡിഫറൻസ് വരും, നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നീട് ആ മാറ്റങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ പലതും ചെയ്യും. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ സ്ട്രക്ചർ എന്താവും? മാറി വരും. ഇനി സൈക്യാട്രിസ്റ്റിൻ്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ നോക്കുക. സൈക്യാട്രിസ്റ്റിൻ്റെ കാര്യം വരുമ്പം അദ്ദേഹം എടുക്കുന്ന ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് റാഷണാലിറ്റിയാണ്. ഓക്കെ, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം ടീച്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ ഒരുപാടുണ്ട്. നമ്മളുടെ ലൈഫിനെ നമ്മുടെ ലൈഫിൻ്റെ സ്ട്രക്ചറിനെ തന്നെ മാറ്റാൻ കഴിയുന്ന പവർ, അല്ലെങ്കിൽ ഈ പവറിൻ്റെ സ്ട്രക്ചേഴ്സിനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പവർ ഏതൊക്കെ സ്ട്രക്ചറിലൂടെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്, സൊസൈറ്റിയിൽ എങ്ങനെയാണ് അത് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം മിഷേൽ ഫൂക്കോയുടെ പോർഷൻ കഴിഞ്ഞു. നോളജ്, പവർ, ഡിസ്കോഴ്സ്, ഇത് 3 ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റോളൻ ബാസും ദെറിദയുടെയും ഭാഗമാണ്. ദെറിദയുടെ ഭാഗം എന്ന് പറയുമ്പം റോളൻ ബാസിൻ്റെയും ദെറിദയുടെയും ഡീകൺസ്ട്രക്ഷനാണ്. രണ്ടുപേരുടെ ഒരുമിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ചാനൽ നിങ്ങൾ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്, അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. സോ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.